ഹലോ എവരിബഡി, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു വെയിൽസിലോട്ട് വരും. വെയിൽസിൽ എൻ്റെ സിസ്റ്റർ ഇൻലോയും അളിയനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇന്നത്തെ ദിവസം. നമ്മൾ ആടിപ്പാടി അവിടെ എത്തി വെയിൽസ് കടന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഒരു പ്ലാൻ ഇട്ടത് നാഷണൽ സ്ലേറ്റ് മ്യൂസിയത്തിൽ പോകാമെന്ന്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്റ്റോണോഡിയ മൗണ്ടൻസ് ഒക്കെ കാണാം. ഡിനോവിക് ക്വാറിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൽ കയറിയപ്പോൾ തന്നെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ സൗണ്ട് അവർ അതേപോലെ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്, സോ ദാറ്റ് വി കൻ എക്സ്പീരിയൻസ്. ഈ ക്വാറി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്നാണ്. അവർ തന്നെ മാപ്പൊക്കെ തരും, നമ്മൾ അത് വെച്ചിട്ട് കാണാൻ തുടങ്ങുകയാണ്. ഓരോ സ്ഥലത്തും ഇതേപോലെ ബോർഡ്സ് വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് വി കൻ റീഡ് ആൻഡ് ലേൺ. ഇവിടുന്ന് കേറി അപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. 2 ആണോ? അതെ 2 ചീഫ് എഞ്ചിനീയേഴ്സ്. ഇവിടുത്തെ ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ എക്സിബിറ്റ്സ് ആണ്. ഈ ചീഫ് എഞ്ചിനീയേഴ്സ് ഹൗസിൽ തന്നെ ഓരോന്നും അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുക. ജസ്റ്റ് ഇവിടെ നിന്നൊരു 5 minutes അവേ പുള്ളി എന്തോ പുറത്ത് പോയ പോലെ നമുക്ക് തോന്നും. അമ്മാതിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ചുമ്മാ അയാൾ 40 മണിക്കൂർ വർക്ക് ചെയ്യലായിരിക്കും. അതിന് പുക വരുന്നുണ്ട് കേട്ടോ, ചൂടുണ്ട്. ഞാൻ ഈ ഓഡിയോ മ്യൂട്ട് ചെയ്യാത്തതിൻ്റെ കാരണം സോ ദാറ്റ് യു ഗൈസ് ക്യാൻ ഹിയർ ഹൗ അമേസിങ് ദിസ് എക്സ്പീരിയൻസ് വാസ്. ചിലപ്പോ ഇവിടെ അയാളുണ്ടെങ്കിലോ, അയാളുടെ പ്രേതം തുറക്കാൻ പറ്റുമോ? പാവാടാ. പണ്ട് കാലത്തെ ഓരോ സംഭവങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ആൻഡ് ഹൗ ദേ യൂസ് ടു വാഷ് ക്ലോത്ത്സ്. പക്ഷേ TV പുതിയതാണ്. നമ്മൾ മാപ്പൊക്കെ നോക്കി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. മുന്നേയൊക്കെ ഉള്ള പോലെ തന്നെ ഈ കബാൻ AK ക്യാൻറ്റീനിൽ അവർ മുന്നേ കാലത്ത് സംസാരിച്ചിരുന്ന സൗണ്ടുകളും പിന്നെ അവരെങ്ങനെ കപ്പ് വെച്ചിരുന്നോ എങ്ങനെ കോട്ട് വെച്ചിരുന്നോ അതെല്ലാം അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ഗ്രേറ്റ്. നമ്മൾ ജസ്റ്റ് ഒരു എക്സിബിറ്റ് കാണുന്ന പോലെയല്ല, അവരുടെ ലൈഫ് നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തോന്നും. ഇനിയുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഫോട്ടോഗ്രാഫ്സും ബാക്കിയുള്ള നോർമൽ എക്സിബിറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു, വിച്ച് ഈസ് ഫൈൻ. നോർമലി നമ്മൾ എക്സിബിഷനിൽ പോകുമ്പോൾ, ഒരു മ്യൂസിയത്തിൽ പോകുമ്പോൾ കാണുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. വെരി ഇൻഫോർമേറ്റീവ് ദോ. സ്ലേറ്റൊക്കെ വെച്ചിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ കുറേ എക്സിബിറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് മിനിയേച്ചർ ഓഫ് ഹൗ മാൻ യൂസ് ടു വർക്ക് ദെയർ. 19th century ഓവർ 8 കൺട്രീസിലേക്ക് ഇവർ സ്ലേറ്റ് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. ആ സമയത്ത്
വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ലീഡിംഗ് ആയിട്ടുള്ള സ്ലേറ്റ് ക്വാറി ഇതായിരുന്നു. ഇവിടെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ് ഇവർ അച്ച് വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കിയത്. ഓ ശരിയാണല്ലേ, രണ്ടുപേര് വർക്ക് ചെയ്യുന്നുണ്ടിരിക്കുന്നു. മേലൊക്കെ കയറാം കേട്ടോ. ഇത് പട്ടി, ഞാൻ വിചാരിച്ച് സ്റ്റാച്ചു ആയിരുന്നു. ഈ ഡിനോവേ ക്വാറിയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ വാട്ടർ വീൽ. മെയിൻലാൻഡ് ബ്രിട്ടനിലെ ഹ്യൂജ് വാട്ടർ വീലാണ് ഇവിടെ ഉള്ളത്. അറൗണ്ട് 60 ഇയേഴ്സ് പ്രവർത്തിച്ച ഒരു വാട്ടർ വീലാണിത്. പിന്നെ ഒരു പെൽറ്റൺ വീല് വന്ന് റീപ്ലേസ് ചെയ്തതോടുകൂടി അവർ യൂസ് ചെയ്ത് നിർത്തിയതാണ്. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഇൻ എ ഗുഡ് കണ്ടീഷൻ. എത്ര വർഷം മുന്നത്തെ ഇവിടെ കാണുന്ന ഈ ഹ്യൂജ് മെഷീൻസും എല്ലാം സ്ലേറ്റ് മൈനിങ്ങിനും കട്ടിങ്ങിനും ഉപയോഗിച്ചതാണ്. ജസ്റ്റ് ഇമാജിൻ, ഈ ഒരു മാസീവ് ഗിയേഴ്സ്, വീൽസ് എല്ലാം വർക്കേഴ്സ് മാനുവലി ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണ്. വെളിയിൽ എത്ര കൂൾ വെതർ ആയാലും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ടഫായിരിക്കും. There is a lot to show. This video won't be enough. ഈ ഒരു ട്രെയിനിൽ കയറിയാൽ നമുക്ക് സ്നോഡോണിയ മൗണ്ടൻസിൻ്റെ മേളിലൊക്കെ പോവാം. എനിവേ നമ്മൾ ഇറങ്ങി. ഈ ഒരു വ്യൂ ഇസ് ബ്രെത്ത് ഷേക്കിംഗ്. UK യിലുള്ളവരാണെങ്കിൽ ഒരു 1 day വിസിറ്റിന് പറ്റിയ സ്ഥലമാണ്. ആൻഡ് കറൻ്റ്ലി ഇറ്റ്സ് ക്ലോസ്ഡ് ഫോർ റെനോവേഷൻ. 2027 റെനോവേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. I really wish to go there at that time. So thanks for watching and have a good day. Ta-ta.